ഹായ് സ്റ്റുഡൻസ്, അൺഅക്കാഡമി സെന്റർ കോഴിക്കോടിന്റെ നീറ്റ് 2027 റിപ്പീറ്റർ ബാച്ചിന്റെ നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അക്കാഡമിക് പ്ലാൻ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നോടൊപ്പം ഉള്ളത് നമ്മളുടെ ബോട്ടണി ഫാക്കൽറ്റി ഗോപിനാഥൻ സാറ്, അതോടൊപ്പം തന്നെ കെമിസ്ട്രി ഫാക്കൽറ്റി നമ്മളുടെ മുഹമ്മദ് അലി സാറ്. ഞാൻ കൈകാര്യം ചെയ്യുന്ന സബ്ജക്ട് ഫിസിക്സ് ആണ്. എൻ്റെ പേര് ദേവർഷൻ എന്നാണ്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ അക്കാഡമിക് പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സാറേ, എങ്ങനെയാണ് നമ്മുടെ അക്കാഡമിക് പ്ലാൻ ഈ വർഷം ഏത് രീതിയിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? നമ്മളുടെ അക്കാഡമിക് പ്ലാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്മളുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഫിസിക്സിലാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ 23 ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളുടെ വർക്ക് എനർജി പവർ സർക്കുലർ മോഷൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ കെമിസ്ട്രിയും ഇപ്പൊ മോൾ കൺസെപ്റ്റിൽ തുടങ്ങിയിട്ട് നമ്മൾ പീരിയോഡിക് ടേബിൾ അതോടൊപ്പം തന്നെ പീരിയോഡിസിറ്റി അവിടെ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതേ സെയിം ഡേറ്റ് തന്നെ. ഇനി ബോട്ടണിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെല്ല് ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ലിവിംഗ് വേൾഡ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അതോടൊപ്പം തന്നെ സുവോളജി ആനിമൽ കിങ്ഡം സ്റ്റാർട്ട് ചെയ്തിട്ട് ബയോമോളിക്യൂൾസ് വരെ. അപ്പൊ ഇതേപോലെ നമ്മൾ ഇനി അങ്ങോട്ട് ഓരോ മൊഡ്യൂൾസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഒരു മൊഡ്യൂളിന്റെ കാര്യമാണ്. ഇതേപോലെ നമുക്ക് ഡിഫറെന്റ് മൊഡ്യൂൾസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ദാണ്ടെ 25 ഒക്ടോബർ തൊട്ട് നമുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. അപ്പം ഒക്ടോബറിൽ നമുക്ക് ഇതേപോലെ മൈനർ ടെസ്റ്റുകൾ ഉണ്ടാവും. മൈനർ ടെസ്റ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ എടുക്കുന്ന ടോപ്പിക്കുകൾ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓരോ മൊഡ്യൂൾസ് ആയിട്ട് തിരിക്കും എന്നുള്ളത്. അപ്പൊ ആ മൊഡ്യൂൾസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഗ്രാൻഡ് ടെസ്റ്റ് ആയിരിക്കും ഈ മൈനർ ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ടോപ്പിക്കിലും നിങ്ങൾ സെറ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ അത് കുട്ടികളെ സംബന്ധിച്ച് വളരെ എഫക്റ്റീവ് ആയിരിക്കും അല്ലെ? ഒന്നിച്ച് അവർക്ക് ഒരു ലോഡ് വരുന്നില്ല അല്ലെ സാർ? നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചാപ്റ്ററുകളും നമ്മൾ 4 മൊഡ്യൂളായിട്ടാണ് മെയിൻ ആയിട്ട് ഇതിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 11th ഗ്രേഡിന്റെ 2 മൊഡ്യൂളും 12th ഗ്രേഡിന്റെ 2 മൊഡ്യൂളും. അപ്പൊ 4 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മൾ അതിന്റെ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, വീക്ക്ലി ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഓരോ മൊഡ്യൂളും കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നീറ്റ് മോഡൽ ടെസ്റ്റ് അവിടെ നടത്തും. അപ്പം കുട്ടികൾക്ക് അത് ഒരു വളരെ ബെനിഫിറ്റ്. അവരുടെ കോഴ്സ് കഴിയുമ്പോഴേക്കും തന്നെ അവർ 4 നീറ്റ് മോഡൽ എക്സാമിനേഷൻ അവർ എന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്യും. ഏകദേശം ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്ക് ആവുന്നതോടെ നമ്മുടെ ടോട്ടൽ ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. അതിനുശേഷം 2 മാസത്തോളം ഇവർക്ക് എന്തായിരിക്കും കംപ്ലീറ്റ് റിവിഷനും ഏകദേശം ഒരു 30ഓളം മോക്ക് ടെസ്റ്റുകൾ ഇവർ എന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. ആ ഒരു എക്സാമിനോട് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും പരിചയപ്പെടും. ഇത്രയും എക്സാമിനേഷൻ അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ മോർ ദാൻ അങ്ങനെയാണെങ്കിൽ ഒരു സബ്ജക്ട് തന്നെ ഏതാണ്ട് 1000കണക്കിന് ക്വസ്റ്റ്യൻസ് കുട്ടികളിലെ നല്ല കാര്യമല്ലേ സാർ? തീർച്ചയായിട്ടും. കാരണം എന്താ പറയാ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുന്നതനുസരിച്ച് കുട്ടികൾക്ക് പോസിബിലിറ്റി കൂടില്ലേ സാർ? തീർച്ചയായും. പിന്നെ നമ്മളിതിൽ നമ്മുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക തരം ടീച്ചിങ് നമ്മളിവിടെ സാധാരണ നമ്മൾ ഇപ്പം ഫോളോ ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നിന്ന് ചെറിയ തരത്തിലൊരു മാറ്റം വരുത്തിയിട്ട് ഇപ്പൊ ഹൈബ്രിഡ് സിസ്റ്റത്തിലൊക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു ദിവസം കുട്ടി വീഡിയോ കാണുന്നു, നെക്സ്റ്റ് ഡേ കുട്ടി എന്ത് ചെയ്യുന്നു, അതേ ടോപ്പിക് തന്നെ വീണ്ടും ക്ലാസ് റൂമിൽ വന്നിരുന്നിട്ട് വേറൊരു ടീച്ചറുടെ കയ്യിൽ വീണ്ടും പഠിക്കുകയാണ്. അപ്പോൾ ഒരു ഡേ വീഡിയോ കണ്ട കുട്ടി ചിലപ്പം അത് മൊത്തം പഠിച്ചിട്ടുണ്ടാവും. ഈ വരുന്ന കുട്ടികളിൽ ഒരു 60% കുട്ടികൾക്ക് ഒരു തവണ ക്ലാസ് കിട്ടിയാൽ തന്നെ ഈ കാര്യം എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. അവർ 2ാമത്തെ ദിവസം വീണ്ടും ആ ഒരു ക്ലാസ്സിൽ തന്നെ വന്നിരുന്നിട്ട് നിർബന്ധിക്കപ്പെട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് എന്താണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 ഡേയും കുട്ടി എന്തുണ്ടാവും നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാവും. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഡയലോഗ്സ് ഇല്ല. അതൊരു നല്ല കാര്യമാണ് അല്ലേ സാർ? സാറേ, എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ക്ലാസ് റൂം സ്ട്രെങ്ത് ഏകദേശം എത്ര കുട്ടികളായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മള് ഈ അൺഅക്കാഡമി പ്ലാൻ ചെയ്യുന്നത് ഒരു 40ഓളം കുട്ടികളുള്ള ചെറിയ ക്ലാസ് റൂമാണ്. വളരെ നല്ലൊരു സിസ്റ്റം. അതെ, അപ്പൊ ഈ 40 കുട്ടികളാവുമ്പോൾ നമ്മുടെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ 40 കുട്ടികളെ നമുക്ക് മൊത്തത്തിൽ കെയർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ? 40 കുട്ടികളെ മൊത്തത്തിൽ നമുക്കൊരു നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 40 വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊക്കെ 100-110 കുട്ടികളെ ഹാൻഡിൽ അധ്യാപകരാണ്. പക്ഷെ ഒരു കാര്യം, അത്രയും കുട്ടികൾ, അതിൽ ഓരോ കുട്ടിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ മാസങ്ങൾ എടുക്കും. 40 കുട്ടികളാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വിത്തിൻ ഡേയ്സിൽ അവരെ കംപ്ലീറ്റ് നമുക്ക് അനാലിസിസ് ചെയ്യാം. എന്താണ് അവരുടെ രീതി, കംപ്ലീറ്റ് മനസ്സിലാക്കാം. അതിനനുസരിച്ച് തന്നെയാണ് നമ്മളെ ക്ലാസ് റൂം സെറ്റ് ആക്കിയത്. അല്ലാതെ ഒരു ക്രൗഡ് സ്റ്റുഡൻസിനുള്ള ക്ലാസ് റൂം അല്ല. അത് വളരെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട് സാർ.
സാർ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഹോസ്റ്റലും അതോടൊപ്പം തന്നെ ഇപ്പൊ കുട്ടികൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ഫുഡിനെ കുറിച്ച് പരാതികൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ ഹോസ്റ്റലിനെയും ഫുഡിനെയും കുറിച്ചൊക്കെ എന്താണ് സാറേ പറയാനുള്ളത്? നമ്മൾ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ഹോസ്റ്റൽസ് നമുക്കുണ്ട്. നമ്മുടെ ക്യാമ്പസിന്റെ പലപ്പോഴും നമ്മുടെ ക്യാമ്പസിൽ നിന്ന് കൂടുതൽ ദൂരം കുട്ടികൾ പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ട്രാവൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മളൊരു 4 കിലോമീറ്റർ ചുറ്റളവിൽ അതൊരു വലിയ റിസ്ക്. എന്തറിയോ, ക്ലാസ് കഴിഞ്ഞ് കുട്ടികള് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ സാധാരണ കുട്ടികൾ 20 കിലോമീറ്റർ 30 കിലോമീറ്റർ അതൊരു നല്ല കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ച ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സാർ. നമ്മുടെ 4 കിലോമീറ്റർ ചുറ്റളവ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബോയ്സ് ഹോസ്റ്റലും ഉണ്ട്, ഗേൾസ് ഹോസ്റ്റലും ഉണ്ട്. ബോയ്സ് ഹോസ്റ്റലിൽ നമുക്ക് വാർഡൻ ഉണ്ട്, മെന്റർ ഉണ്ട്, അതേപോലെ തന്നെ ഗേൾസ് ഹോസ്റ്റലും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മുടെ റീനീറ്റ് ബാച്ച് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളുടെ റിവ്യൂസ് സാർ ചെക്ക് ചെയ്താൽ സാറിന് ചിലപ്പോൾ മനസ്സിലാവും. അവര് ഏറ്റവും നന്നായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡിന്റെ ക്വാളിറ്റി. ക്ലാസ്സിനോടൊപ്പം അവർ നമ്മളെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ നന്നായിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാര്യം കറക്റ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ കുട്ടി എന്താ ആരോഗ്യവാനായി ഇരിക്കണം. അല്ലെ, അതിന് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിലുള്ള ഫുഡ് എന്ത് ചെയ്യണം? മാനസികാരോഗ്യം കറക്റ്റ് ആണ്, മെന്റൽ ഹെൽത്ത്, ശാരീരിക അസുഖം വന്ന് 10 ദിവസം ലീവായി പോയി കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള. അത് ശരി സാർ, അത് എനിക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ക്ലാസ് കയറുമ്പോൾ. കാരണം ഇപ്പൊ നമ്മുടെ റീനീറ്റില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലെ കുട്ടികളുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ക്ലാസ്സിന് ടോട്ടൽ വളരെ പല ജില്ലക്കാരായിട്ട് പോലും അവർ ഫുഡിന്റെ കാര്യം എല്ലാ ജില്ലകളിലെ ആൾക്കാരും ഫുഡിന് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യം, അത് വളരെ നല്ല കാര്യം. ഹോസ്റ്റൽ ഫെസിലിറ്റി ഏറ്റവും നല്ല രീതിയിൽ. അപ്പൊ അതിനൊരു കംപ്ലൈന്റ്, പരാതി ഇല്ലാത്ത രൂപത്തിൽ. ഓക്കെ സാർ, വെരി ഗുഡ് സാർ. അതുപോലെ നമ്മുടെ ആപ്പും ക്ലാസ്സും ഒക്കെ എങ്ങനെയാണ് സാർ? അതുമായി ബന്ധപ്പെട്ട് ആപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിനെ ആധികാരികമായിട്ട് നമുക്ക് അലിസാനോട് തന്നെ ചോദിക്കാം. ഓക്കെ സാർ, പറയൂ. എങ്ങനെയാ നമ്മളെ ആപ്പിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആപ്പില് എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വീഡിയോസ് നൽകുന്നുണ്ട്. ആ വീഡിയോസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഏത് ക്ലാസ് ആണോ നടന്നത്, ഏത് ടീച്ചറാണോ നടന്നത്, ആ ക്ലാസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആപ്പിൽ നൽകുന്നത്. അതൊരു നല്ല കാര്യമാണ്. കാരണം എന്താ അറിയോ, അതെ 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 കാരണം ഒരേ സബ്ജക്ട് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് അതെ അതെ അത് സിങ്ക് ആവാൻ കുട്ടിക്ക് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. എല്ലാവർക്കും പറ്റിയില്ല എന്ന് വരും. കുട്ടികളുടെ അടുത്ത് നമ്മൾ എന്ത് അഭിപ്രായം നോക്കി. അപ്പൊ അവർക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പിക്ക് എന്താണ്, ഓഫ്ലൈൻ ക്യാമ്പസിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നു, ഓൺലൈൻ വീഡിയോയിൽ വേറൊരു ടീച്ചർ വരുന്നു. അപ്പൊ അവർ കൺസെപ്റ്റ് പല തരത്തിലുള്ള യൂസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ അത് അവർക്ക് കൺഫ്യൂഷൻ വരുന്നു. അപ്പൊ അതിനുകൊണ്ട് അവർക്ക് കൂടുതൽ ഡൗട്ട് വരുന്നു. അങ്ങനെയുള്ള കുറെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയതിന്റെ ഭാഗമായിട്ട് അതൊരു നല്ല കാര്യം തന്നെ. എന്തായാലും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു സാധനം ഒഴിവാക്കുക എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് അതേപോലെ തന്നെ റെക്കോർഡ് എപ്പം വേണമെങ്കിൽ കാണാം. ഏത് ഡൗട്ടുള്ള ഭാഗമാണോ ഉള്ളത് ആ ഡൗട്ടുള്ള ഭാഗം മാത്രം കണ്ടാൽ മതി. കുട്ടിക്ക് മൊത്തം എൻ്റയർ വീഡിയോ കണ്ട് സമയം കളയേണ്ട യാതൊരുവിധ ആവശ്യമോട് വരുന്നില്ല. ശരിയാ സാർ. സാർ എങ്ങനെയാ അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ? എക്സാമിനേഷൻ ജൂൺ 21 നടക്കുകയാണ്. ഓൾറെഡി ഒരു ബാച്ചസ് നമ്മളിൽ ഉണ്ടല്ലോ സാർ. എങ്ങനെയാ നമ്മൾ അടുത്ത ബാച്ചിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാ സാർ? നമ്മളുടെ അടുത്ത ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് ഇപ്പൊ നമ്മളൊരു മെഗാ അഡ്മിഷൻ ഡേ ആയിട്ട് നമ്മൾ ജൂൺ 22, 23 ദിവസങ്ങളിലാണ് നമ്മൾ പ്ലാൻ ആക്കിയിരിക്കുന്നത്. അപ്പം ആ ദിവസങ്ങളിലായിരിക്കും നമുക്ക് കൂടുതലും കുട്ടികൾ വന്നിവിടെ അഡ്മിഷൻ എടുക്കാൻ സാധ്യതയുള്ളത്. അപ്പം എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അതിനിടയിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. നമ്മൾ ആ എക്സാമിന് ശേഷം ഒരു മെഗാ അഡ്മിഷൻ പ്ലാൻ എടുക്കണം. ഇനി ഏതെങ്കിലും കുട്ടി ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ റിപ്പീറ്റ് ചെയ്യാന്നുള്ള പ്ലാനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്മിഷൻ ക്യാമ്പസിൽ വന്നിട്ട് സ്പോട്ടിൽ അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ അല്ലേ സാർ? എല്ലാവരും ഇങ്ങനെ ഇപ്പൊ ഈ ഓപ്പൺ ടൈമിലെ സ്കോളർഷിപ്പും ടെസ്റ്റും കാര്യമൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ വല്ല പ്രോഗ്രാം ഉണ്ടോ ഈ സ്കോളർഷിപ്പ് മാർക്ക് അനുസരിച്ച് കുട്ടികൾക്കൊക്കെ? സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് സാറേ. +2 മാർക്കിന്റെ ബേസിൽ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊരു അതുപോലെ പ്രീവിയസ് നീറ്റ് മാർക്ക് നല്ല കാര്യമാണ് സാർ അല്ലേ? നമ്മൾ സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നുണ്ട്. അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ കാലിക്കറ്റിൽ ലോഞ്ച് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഭാഗമായി മാക്സിമം സൗകര്യങ്ങൾ കുട്ടികൾക്ക് നൽകി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ മെച്ചം പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ച് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം എപ്പോഴാണ് ഏതാണ്ട് സാർ ബാച്ച്
തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏതാണ്ട് ഈ വർഷം? നമ്മളിപ്പം നമ്മളെ റീനീറ്റ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ എന്തുള്ളത്, നമ്മുടെ മെഗാ അഡ്മിഷൻ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഡേ 25 തന്നെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് സമയമില്ല. ഇപ്പം തന്നെ നമ്മൾ ഈ റീനീറ്റ് എക്സാം വന്നത് കൊണ്ട് നമുക്ക് ഏകദേശം 1.5 മാസം നമ്മുടെ ആ പഠന കാലയളവ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. നോർമലി നമ്മൾ മെയ് 15-ാം തീയതി ആകുമ്പോൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫെബ്രുവരി ആവുന്നതോടെ കംപ്ലീറ്റ് ആവുന്നതാണ് നമ്മുടെ കോഴ്സ് പ്ലാൻ. അതിൽ നിന്ന് 1.5 മാസം നമുക്ക് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് പിന്നെ ഇനി ദിവസം മാറ്റി വെക്കാനില്ല. അപ്പം എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്. അതുപോലെ സാർ, ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന റീനീറ്റ് സ്റ്റുഡൻസ് അവര് എന്നോട് പറഞ്ഞൊരു കാര്യം, തീരെ ഒരു മാനസിക സംഘർഷം ഇല്ലാത്ത രൂപത്തിൽ പഠിക്കും, വളരെ ഹാപ്പിയാ, ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല. മാനസിക സംഘർഷത്തിൽ അതൊരു വലിയ കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. കുട്ടികൾ അവർ സന്തോഷത്തോടെ അവർ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും പഠിക്കുക. അവരെ ഒരു മാനസിക സംഘർഷത്തിൽ തള്ളിയിട്ട് പ്രഷർ കൊടുത്ത് ഒരു സ്ട്രെസ് ഇല്ല. അവർ പറഞ്ഞൊരു വാക്കാണ് സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ. സ്ട്രെസ് കൊടുത്താൽ എന്താ സംഭവിക്കുക, കുട്ടി 6 മാസം കഴിയുമ്പോൾ കുട്ടിയുടെ ആരോഗ്യസ്ഥിതികളും കാര്യങ്ങളും ഒക്കെ മോശമാവും. കുട്ടിക്ക് എക്സാം എഴുതാൻ പോലും തയ്യാറാവാത്ത രീതിയിലോട്ട് എന്ത് ചെയ്യും, മാറും. അപ്പൊ നമ്മൾ കുട്ടികളെ പാരന്റൽ കെയർ കൊടുത്ത് അവരെ കൂടെ നിന്ന് അവരെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലാണ് നമ്മുടെ ആ തരത്തിലുള്ള ടീച്ചേഴ്സും ആ തരത്തിലുള്ള മെന്റേഴ്സും അല്ലാത്ത സ്റ്റാഫുകളുമാണ് നമ്മുടെ അക്കാഡമിയിൽ ഉള്ളത്. അപ്പൊ അത് കുട്ടികളെ സംബന്ധിച്ചൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ സാർ? തീർച്ചയായും. അതെ അതെ അതെ. അപ്പൊ മക്കളെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മെഗാ അഡ്മിഷന്റെ വീണ്ടും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ജൂൺ 22, 23 ദിവസങ്ങളിലാണ് നമ്മളുടെ മെഗാ അഡ്മിഷന്റെ വരുന്നത്. സോ അപ്പൊ അതുകൊണ്ട് കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അക്കാഡമി കോഴിക്കോട് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാമിൽ നമുക്ക് ചാനലുണ്ട്, അക്കാഡമി കോഴിക്കോട്. അപ്പം ഇത് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കുറേ കൂടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അന്നേരമുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ നീറ്റ് 2026.